സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ്. ജലവിഭവ വകുപ്പിന്റെ ഓഫീസിലാണ് പാമ്പിനെ കണ്ടത്. ശനിയാഴ്ച പാമ്പിനെ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും കണ്ടത്. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, പറയൂ വിവരങ്ങൾ. ആരാണ് ഇത് കണ്ടത്? അന്നും പിടിക്കാൻ ശ്രമിച്ചിരുന്നു, കുറെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു, പക്ഷെ പാമ്പ് അവിടെ തന്നെ ഉണ്ടല്ലോ. ആര്യ, സെക്രട്ടേറിയറ്റിൽ പാമ്പുകളുടെ ഒരു വിഹാര കേന്ദ്രം പോലെ ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 3 ദിവസത്തിനിടെ, ഒരാഴ്ചക്കിടെ 3 തവണയാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഇന്നിപ്പോൾ പാമ്പിനെ കണ്ടെത്തിയത് ദർബാർ ഹാളിൻ്റെ പിൻഭാഗത്തുള്ള ജലവിഭവ ഓഫീസിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവിടെ ഈ പാമ്പിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയും പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ ഓഫീസിന് സമീപം, അതും ഈ ഓഫീസിനടുത്ത് തന്നെയാണ്, അവിടെ രാവിലെ ജീവനക്കാർ പാമ്പിനെ കാണുകയും പരിഭ്രാന്തരായ ജീവനക്കാർ ഓടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലൊക്കെ ജീവനക്കാരുടെ സംഘം തന്നെ എത്തി ഈ പാമ്പിനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. ഇപ്പോൾ അന്ന് കഴിഞ്ഞ ശനിയാഴ്ച പാമ്പിനെ കണ്ടെത്തിയ അതേ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാമ്പിനെ കണ്ടത്. അന്ന് പാമ്പിനെ പിടികൂടാൻ സാധിച്ചില്ല. അന്ന് പാമ്പ് പിടുത്തക്കാരെ കൊണ്ടുവന്ന് പാമ്പിനെ പിടികൂടാനൊക്കെ വലിയ ശ്രമം നടത്തിയെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഈ ഫർണിച്ചറുകൾക്കിടയിലൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. അപ്പോൾ അതിനിടയിലേക്കൊക്കെ ഈ പാമ്പ് കയറി ഒളിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അന്ന് കണ്ട അതേ പാമ്പ് തന്നെ ആയിരിക്കണം ഇന്നിപ്പോൾ വീണ്ടും പുറത്തിറങ്ങി ജീവനക്കാരെ ഭീതിപ്പെടുത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനെ പിടിക്കാൻ എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടോ പ്രശാന്ത്? പിടിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. കാരണം ഇത് അറിയുമ്പോൾ തന്നെ സാധാരണ ജീവനക്കാർ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തെ അറിയിക്കുന്നു. അവർ വന്ന് ഈ പാമ്പിനെ പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴേക്കും ഈ പാമ്പ് എവിടെയെങ്കിലും ഒളിക്കും. അവിടെ ഫർണിച്ചറുകൾ കൂട്ടിയിടുന്നുണ്ട്. ഈ ഫയലുകളെല്ലാം ഉള്ള പഴയ ഫയലുകളൊക്കെ ഉള്ള അലമാരകളുണ്ട്. അപ്പോൾ അവിടെ ഒളിച്ചിരിക്കാൻ ധാരാളം സ്ഥലമുണ്ട്. മാത്രമല്ല, ഒരു വശത്ത് ഈ സെക്രട്ടേറിയറ്റ് അതിൻ്റെ ഒരു വശത്താണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മതിൽ. അപ്പോൾ അതിന് പുറത്തു നിന്ന് പാമ്പിനെ അവിടെ എത്താം. മാത്രമല്ല, ഈ ദർബാർ ഹാളിൻ്റെ പിൻഭാഗം എന്ന് പറയുന്ന സ്ഥലത്തും ഈ സെക്രട്ടേറിയറ്റിന് കെണി വെച്ച് പിടിക്കുന്ന എലിയെല്ലാം ചത്ത് അതിനെയൊക്കെ തല്ലിക്കൊന്ന് അവിടെ എറിയുന്ന സ്ഥലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാമ്പുകൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പാമ്പ് അവിടെ എത്തും. ഈ സ്ഥലത്താണ് സ്ഥിരമായി പാമ്പിനെ കാണുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഹൗസ് കീപ്പിംഗ് വിഭാഗം ഈ പാമ്പ് ശല്യം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അത്തരമൊരു ചിന്ത ജീവനക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ദിവസവും പല ഭാഗത്തായി പാമ്പിനെ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പേടിയാകുന്നു എന്ന് പലരും പറയാറുണ്ട്. തമാശയ്ക്കാണെങ്കിൽ പോലും ഇത് ഒരു സീരിയസ് ആയ ഒരു വിഷയം തന്നെയാണ്. കാരണം പാമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന അപകടമെല്ലാം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലയിടത്തും പാമ്പിനെ ഒളിച്ചിരിക്കാനുള്ള സ്ഥലം സെക്രട്ടേറിയറ്റിൻ്റെ പലയിടത്തും ഉണ്ട് എന്ന് തന്നെ ഈ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഈ പാമ്പ് അടയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആളും അനക്കവും ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ ആളും അനക്കവും ഇല്ലാത്ത ഒരുപാട് സ്ഥലം ഇങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഫയലുകൾ കുന്നുകൂട്ടി കിടക്കുന്ന സ്ഥലത്താണോ ഇത് എന്നടക്കമെല്ലാം പരിശോധിക്കേണ്ടത് തന്നെയാണ്.